ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ മുത്തശ്ശ സമ്മതിക്കോ? ആദ്യം പറഞ്ഞൊന്ന് വിലക്കി. ആര് കേക്കാനെ കൊണ്ട്? അവരുടെ പ്രേമം മുത്തശ്ശനങ്ങ് ഇഷ്ടായില്ല. അന്ന് രാത്രിയിൽ തന്നെ അവളെ എന്റെ കാരണവരുണ്ടല്ല ആ തെക്കിനിയിലിട്ട് വെട്ടിക്കൊന്നു. ഓ, എന്നിട്ടേ 8-ാം ദിവസം ഒരു ദുർഗാഷ്ടമി രാത്രിയിലെ അവളുടെ പ്രേതം ഒരു രക്തരക്ഷസായി മാറി കാരണവരെ കുത്താൻ വേണ്ടി പിച്ചാത്തിയും കൊണ്ട് അറക്കകത്തോട്ട് കേറിയെന്നാണ് എന്റെ മുത്തശ്ശി പറഞ്ഞത്. പിന്നെ മുത്തശ്ശി എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അടക്കിങ്ങ് നിർത്തിയിരിക്കുവാണ്. പിന്നെ ഒരു 61-ാമത്തെ ദിവസം അന്ന് പൂജയോട് പൂജ. പിന്നെയുണ്ടല്ലോ ആ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി വച്ചേനങ്ങ് ബന്ധിച്ചു. ദുർഗാഷ്ടമി ദിവസത്തിലെ അങ്ങ് ഓസ്ട്രേലിയന്ന് ഞാൻ കോവിലി വരും. എന്തിനെന്നറിയാമോ? ശത്രു സംഹാര പൂജ ചെയ്യേ. എന്റെ അച്ഛനും അമ്മയും സാധാരണ ആൾക്കാരെന്ന് രാജാവൊന്നും അല്ലായിരുന്നു. കാർത്തികയുടെ കുടുംബചരിത്രം ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ടല്ലോ. തള്ളക്ക് എങ്ങനെ മനസ്സിലായോ എന്തോ. ബെസ്റ്റ്. ഇവര് മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോ ആ പൂർവികരുടെ സ്വത്തുക്കളൊക്കെയോ? അയ്യോ, അത് എവിടെങ്കിലും ഒക്കെ കാണും. ഇലവുദേശത്തെ കുറിച്ച് എനിക്കറിയാം. ഇലവുദേശം കൊട്ടാരത്തിൽ ഒരു പൂർവിക സ്വത്തുണ്ടല്ലോ, ഒരു മണിമാല. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ കാർത്തിക തമ്പുരാട്ടിക്ക്? പിന്നല്ലേ, എന്തൊരു പറയേ. നമ്മളെ കല്യാണത്തിന് ആ മാലയല്ലേ എന്റെ ചേട്ടന് സ്ത്രീധനം കൊടുത്തത്. ഓ, അയ്യോ തന്നെ, അത് നമ്മുടെ തന്നെ ഉണ്ട്. അല്ല, എന്തിനേച്ചി ആ മാലയെ കുറിച്ച് ചോദിച്ചേ? എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓ, എന്റെ മകൻ നിങ്ങളുടെ മോളെ വിവാഹം കഴിക്കാൻ നിങ്ങള് സ്ത്രീധനമായിട്ട് ഒന്നും തരണ്ട. ആ മണിമാല മാത്രം എനിക്ക് തന്നാ മതി. ചീല കേസ് അത്രയല്ലേ ഉള്ളൂ, അത് തരാല്ല. അതിനിപ്പോ എന്ത് കുഴപ്പം? എന്റെ ചേച്ചി, അതിപ്പോ കല്യാണം വരെ വച്ച് നീട്ടണമെന്നൊന്നും ഇല്ല. നിശ്ചയത്തിന്റെ അന്ന് തന്നെ ഞാൻ എടുത്തോണ്ടൊന്ന് തരാം. എന്ത് പോരെ? ഉറപ്പാണല്ലോ അല്ലേ? ഈ കാർത്തിക തമ്പുരാട്ടിക്ക് തന്ത ഒന്നേ ഉള്ളൂ. മാല തരൂന്ന് പറഞ്ഞ തന്നിരിക്കും.